ഹായ് കൂട്ടുകാരെ, അപ്പോൾ ജോഞ്ചർ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് പൂച്ചപ്ര. ഈ പൂച്ചപ്ര വഴി നമുക്ക് പൂച്ചപ്ര വഴി നാളിയാനിന്ന് നമുക്ക് കുളമാവ് അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടുന്ന് നാളിയാനി വഴി കുളമാവിനാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ പൂച്ചപ്ര എന്ന മനോഹരമായ ഗ്രാമത്തിൽ കൂടെയുള്ള ആ കാഴ്ചകൾ കണ്ടുള്ള യാത്രയാണിത്. റോഡൊക്കെ ചെറുതാണെങ്കിലും പക്ഷെ ഇവിടെ വന്നാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. കുളമാവിൻ്റെ താഴ്വാരമായതുകൊണ്ട് തന്നെയും നമുക്ക് ഇവിടുത്തെ പ്രത്യേകമായ ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. കേട്ടോ, നമ്മുടെ ഇതിൽ കൂടെ വരാൻ നേരത്തുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച കേട്ടോ ഇത്. രണ്ട് സൈഡും വലിയ മണ്ണ് വെട്ടി ഇറക്കിയിട്ടുള്ള ഒരു റോഡാണ് ഈ കാണുന്നത്. അത് നമ്മൾ ഈ ഗ്യാപ്പ് റോഡ് എന്നൊക്കെ പറയുന്ന പോലെ സെയിം ആട്ടോ. കേട്ടോ, എന്നാ അടിപൊളിയല്ല ഈ ഗ്രാമത്തിലുള്ള കാഴ്ചകൾ. ഇടുക്കി ജില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൂടെ എത്ര യാത്ര ചെയ്താലും നമുക്കൊരു മടുപ്പോ നമുക്കൊരു വെറുപ്പോ തോന്നില്ല. അത്ര നല്ല കാഴ്ചകളാണ് നമുക്ക് ഇടുക്കി ജില്ലയിൽ കൂടി എവിടെ പോയാലും നമുക്ക് കാണാനുള്ളത്. അതും നല്ല ഗ്രാമീണ സ്ഥലങ്ങളിൽ കൂടിയുള്ള യാത്രയും പച്ചപ്പുകൾ കണ്ടുള്ള യാത്രയൊക്കെ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മൾ പൂച്ചപ്രയിൽ നിന്ന് നാളിയാനി എന്ന് പറയുന്ന ആ ചെറിയൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ഇത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് ഇടത്തേക്കുള്ള വഴി കാണുന്നത് വെള്ളിയാമറ്റം, വലത്തേക്കുള്ള വഴിക്ക് നമുക്ക് കുളമാവും പോകാം. നമ്മൾ കുളമാവനാണ് നമ്മുടെ യാത്ര നിശ്ചയിച്ചേക്കുന്നത്. ഇവിടെ ഒരു ട്രൈബൽ ഡിസ്പെൻസറി ഒക്കെ ഉണ്ട് കേട്ടോ സർക്കാരിന്റെ. അതുപോലെ ഇവിടെ ഒരു ട്രൈബൽ LP സ്കൂള്. എന്തായാലും നല്ല ഒരു സ്ഥലം കേട്ടോ. അത് മലയോര മേഖലയാണ്. ഇവിടെ മഴക്കാലമായാൽ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമൊക്കെ കേട്ടോ. പക്ഷേ കാഴ്ചകൾ നമുക്ക് അതുക്കും മേലെയുള്ള കാഴ്ചകളാണ്. ഇവിടെ വന്നാൽ സാധാരണ ഒരു ജനജീവിതമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ നല്ല മഴ കിട്ടി കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല. ഇതുണ്ടോ മുന്തിരി കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി കേട്ടോ. അത് ചേട്ടൻ പറഞ്ഞ് എവിടെ വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. മഴ ആയതുകൊണ്ട് അത് മുഴുപ്പായിട്ടില്ല. ഇതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ, ഇടയ്ക്കേക്കളെ എല്ലാം ഉണ്ട്. ഇച്ചിരി മുഴുപ്പ് കുറവായതുകൊണ്ട് ആർക്കും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നാളിയാനിന്ന് നമ്മുടെ കുളമാവ് പോകുന്ന വഴിക്ക് അങ്ങ് പോന്നപ്പോഴുണ്ടല്ലോ, നല്ല കൃഷിസ്ഥലങ്ങളും അതുപോലെ ഇത്രയും നല്ല ചെരുവാട്ടോ. ആ ചെരുവിലൊക്കെ വീടും അതൊക്കെ നല്ല കൃഷിസ്ഥലങ്ങൾ. അതും പോരാണ്ട് ഇവിടുന്ന് അങ്ങ് മലയിലേക്ക് നോക്കാൻ നേരത്തുണ്ടല്ലോ വെള്ളച്ചാട്ടങ്ങളിലെ അഭിഷേകം കേട്ടോ. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ഏതാണോ സ്ഥലങ്ങൾ അപ്പടി മഞ്ഞ് മൂടിക്കിടക്കും കേട്ടോ. വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ഇതുപോലെ വെള്ളച്ചാട്ടങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ഗ്രാമീണ സ്ഥലങ്ങളിൽ കൂടി നമുക്ക് യാത്ര ചെയ്താൽ എതിര് സൈഡിലുള്ള മലയിൽ നമുക്ക് ഇതുപോലെ അനേകം കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യാത്ര നമുക്ക് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇവിടുന്ന് ഇതിലൂടെയുള്ള വഴികളൊക്കെ കുഞ്ഞു വഴികളാണ്. അതുപോലെ ഇറക്കങ്ങളും വളവും തിരിവുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ച് നമുക്കൊന്ന് പോയാൽ മാത്രം മതി. നല്ല ഒരു അടിപൊളി ഒരു ട്രിപ്പ് നമുക്ക് നല്ലൊരു ട്രിപ്പിൻ്റെ അനുഭവമായിരിക്കും നമുക്കിതിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ മഴക്കാലത്ത് അതീവ ഡേഞ്ചറായ സ്ഥലങ്ങളാട്ടോ. അതായത് ഇത് കണ്ടോ, ഇതൊരു ഉരുൾ വന്നോ എനിക്ക് തോന്നുന്നത് 2018 എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. അതായത് പൂച്ചപ്രയില് ഉരുളൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാ ഭീതിജനകമായ ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ ഏക്കർ കണക്കിന് കൃഷിസ്ഥലങ്ങളും കിലോമീറ്ററുകളോളം ഈ ഉരുള് പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം കണ്ട നമുക്ക് അത്ര ഭീകരാവസ്ഥയൊന്നും തോന്നുകയില്ല കേട്ടോ. ഒരു പ്രദേശം മൊത്തം കൊണ്ടുപോയി. അത് ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. 18 21 എന്നൊരു സംശയം. എന്തായാലും ഇതൊരു ഭീതിജനകമായ ഒരു കാഴ്ചയാണിത്.
ഇപ്പോഴും ഇവിടുത്തെ ഈ റോഡ് അത്രയും ഭാഗം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിലൂടെ ആൾക്കാർ യാത്ര ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ച് കയറുന്ന പോലെയുള്ള വഴികൾ തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഈ യാത്രയിലും പൂച്ചപ്പുറ വഴി നമുക്ക് കുളമാവ് പോകുമ്പോഴും ഉള്ളത്. കുറേ വളവ്, ഇതുപോലെ കുറേ വളവും തിരിവുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏതായാലും നല്ല ഒരു കാഴ്ചയാണ് നമുക്കിവിടെ. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ കുളമാവ് ഏകദേശം ഒരു 200 മീറ്ററിൽ ചെന്നാൽ നമ്മൾ കുളമാവിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുപോലെ വന്നപ്പോൾ ഇവിടെ KCBയുടെ ഒക്കെ ഒരു ബോർഡൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് പെർമിഷൻ അലൗഡ് അല്ല, സർക്കാർ വക സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. അതായത് നമ്മുടെ കുളമാവ് ഡാമിൻ്റെ പ്രദേശമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം മഞ്ഞായതുകൊണ്ട് ഇവിടെ ഒന്നും കാണത്തില്ല കേട്ടോ. നമുക്ക് നല്ല മഴയും കിട്ടി, അതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മഞ്ഞായതുകൊണ്ട് നമുക്ക് ഇപ്പം വണ്ടിക്കകത്തിരുന്ന് എടുത്താലും നമുക്ക് കാണാൻ പറ്റൂല. അതായത് നല്ല അടിപൊളി ഒരു യാത്രയായിട്ടോ ഇത്. അപ്പം നമ്മളിത് ആ വഴി അങ്ങ് കയറി വന്നപ്പം ഉണ്ടോ മഞ്ഞ്. നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ എവിടെ നോക്കിയാലും ഈ കാഴ്ചകൾ പോലെ തന്നെ അതുപോലെ തന്നെയുള്ള കുറേ വെറൈറ്റി ഒരു കാഴ്ച കേട്ടോ. അതുകൊണ്ടോ ഇതിക്കടെ ലൈൻ കമ്പികൾ ഇങ്ങനെ പോകുന്നത്. അത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ ഒരു കാഴ്ച കേട്ടോ അതും. അതുപോലെ നമ്മൾ ഇത് എങ്ങോട്ട് പറയുമ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഇത് പ്ലാന്റേഷൻ വെട്ടി ഇറക്കി കാറ്റ് പിടിച്ചാണോ നിർത്തില്ല, അതുകൊണ്ടോ അതൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന ശരിക്കും ഒരു വനത്തിൻ്റെ അതേ എഫക്റ്റ് കേട്ടോ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് ഇതിൽ കൂടെ പോകാൻ നേരത്ത് കാണാനുള്ളത്. അതുപോലെ പുല്ലും ശരിക്കും ഇവിടെ ഒരു ആനയൊക്കെ ഇറങ്ങുന്ന അതേ എഫക്റ്റ് കേട്ടോ. അതെ ഇവിടെ ഈ മഞ്ഞും മലകളും മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ആനയൊന്നും ഇറങ്ങുന്ന ഒരു സ്ഥലമൊന്നുമല്ല, പൊളി വൈബ് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ പന്നിമറ്റം കുളമാവ് വഴി കേട്ടോ. അതെ നമ്മൾ വന്നത് ഈ കാണുന്ന വഴി കേട്ടോ. ഇതിലൂടെയാണ് ഇവിടുത്തെ സബ് സ്റ്റേഷനൊക്കെ ഉള്ളത് കുളമാവ്. അതുപോലെ നമ്മൾ ഈ പോകുന്നത് മൂലമറ്റം പോകുന്ന വഴിയാണ്. തിരിച്ച് അങ്ങോട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ, ഇടുക്കി വഴി. ഏതായാലും നല്ലൊരു യാത്ര കേട്ടോ. നമുക്ക് മഞ്ഞായതുകൊണ്ട് കൂടുതലൊന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലൊരു യാത്ര അനുഭവമായിരിക്കും. മഞ്ഞാണെങ്കിലും കുഴപ്പമില്ല. ഏതായാലും അടിപൊളി ഒരു യാത്രയാണ് ഇതിലൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. ഇപ്പം നമ്മൾ പോകുന്നത് കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടി കേട്ടോ. കേട്ടോ മൊത്തം മഞ്ഞ. ഇപ്പോഴത്തെ നമുക്ക് കാഴ്ചകൾ കറക്റ്റ് അല്ല. അതുപോലെ വെള്ളം അത്ര വലിയ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ, ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളമാവ് ഡാമും കഴിഞ്ഞ് അതിൻ്റെ സേഫ്റ്റി വാൽവിൻ്റെ അവിടെ കേട്ടോ ഇപ്പം നിൽക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണ് ഈ സേഫ്റ്റി വാൽവ്. ഇത് ഇവിടെ കല്ലൊക്കെ പാകി ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടി. അതായത് ഉണ്ടോ അങ്ങോട്ട് നോക്കിയാൽ ഡാമിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കി കേട്ടോ. മൊത്തം മഞ്ഞ് കിടക്കുന്ന മഞ്ഞായതുകൊണ്ട് നമുക്ക് കൃത്യമായി വിഷ്വൽ ക്ലിയർ അല്ല, എന്നാലും എന്തൊരു ഭംഗിയല്ലേ. ഇതിലൂടെയൊക്കെ പോകാൻ നേരത്ത് ബസ്സിൽ പോകുന്നതാണെങ്കിലും വാഹനങ്ങൾ പോകുന്നവരൊക്കെ ആണെങ്കിലും കണ്ടു പോകാൻ ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ. അതുപോലെ ഈ സേഫ്റ്റി വാൽവിൻ്റെ കാര്യം എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. ഈ ഇടുക്കിക്കാരെയൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ശരിക്കും കൃത്യമായി എല്ലാം അറിയാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടെ പോയാലും ഇത് ഇങ്ങനെയൊരു സംഭവം ഇവിടെ എന്നുള്ളത് ആർക്കും അറിയാൻ സാധിച്ചെന്നിരിക്കില്ല. അതുകൊണ്ടോ മൊത്തം ഏതായാലും മഴയായതുകൊണ്ടും നല്ല ഭംഗിയാട്ടോ, മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല ഇവിടുത്തെ നമ്മുടെ ഇടുക്കിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഈ മഞ്ഞും മഴയും കൊള്ളുന്ന ആ മനോഹരമായ കാഴ്ചകൾ അത് ആസ്വദിക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എല്ലാവർക്കും വലിയൊരു സന്തോഷമായിരിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ കുളമാവ് ഡാമിൻ്റെ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത്, ആ സേഫ്റ്റി വാൽവിൻ്റെ മറുസൈഡ് ആട്ടോ ഇത്. അത് ആ സേഫ്റ്റി വാൽവ് അവിടെ പൊട്ടിയാൽ, അതായത് ഈ കാണുന്ന ചരിവിൽ കൂടി അങ്ങ് തള്ളിപ്പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എത്രമാത്രം കൃത്യതയുണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും സേഫ്റ്റി വാൽവ് ഇതാണെന്ന് നമുക്ക് കറക്റ്റ് ആട്ടോ. അപ്പോൾ താഴേക്ക് മഞ്ഞായതുകൊണ്ട് കൂടുതലൊന്നും കാണത്തില്ല. ഇത് താഴേക്കെന്ന് പറയുന്നത് നമ്മൾ കടന്നു വന്ന വഴികളിലെ ഏകദേശം ഭാഗങ്ങളൊക്കെ ആട്ടോ. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇതാട്ടോ നമ്മുടെ കുളമാവിലുള്ള ചെക്ക് ഡാം. അതായത് നമ്മൾ ഇടുക്കിക്ക് പോവുകയാണെങ്കിൽ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഈ ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് വണ്ടിയെല്ലാം പോകുന്നത്. ഒരു ചെറിയൊരു ചെക്ക് ഡാമാണ്. അവിടെ ആ വെള്ളം കയറി കിടക്കുന്ന നല്ല കാഴ്ചകളും
അങ്ങ് ദൂരെ നോക്കി മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ കാഴ്ചകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഞാൻ നേരത്തെ ഇവിടെ ഈ ചിക്ക് ഡാമിൽ ഒരിടയ്ക്ക് കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് കാരണത്താലും അത് നിർത്തിയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു, എന്നെ പൊളിയായിരിക്കും അല്ലേ. അതുപോലെ ഇവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അതുപോലെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.